പക്ഷെ ഇവന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടും എൻ്റെ മോളെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടും ഇക്കാന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടുമാണ് കേട്ടോ പത്തിരി ചുടുന്നത്. എനിക്ക് പത്തിരി ഇഷ്ടമല്ല, പത്തിരി പൊതുവേ ഞാൻ കഴിക്കാറില്ല കേട്ടോ. ഹായ് ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പം എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എനിക്ക് സുഖമാണ് കേട്ടോ. അങ്ങനെ ഇതാ 10ാമത്തെ റഹ്മത്തിൻ്റെ നോമ്പ്, 10ാമത്തെ അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ നോമ്പ് ഞാൻ പത്തിരി വരത്തിയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ സ്പെഷ്യല് പത്തിരിയും ചിക്കൻ കറിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യല്. പക്ഷേ എൻ്റെ സ്പെഷ്യൽ അതൊന്നുമല്ല കേട്ടോ. എൻ്റെ സ്പെഷ്യൽ അടിപൊളി ബിരിയാണിയാണ്. പക്ഷേ ഇന്നത്തെ എൻ്റെ മക്കളെ സ്പെഷ്യലും എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്പെഷ്യലും അങ്ങനെ ഈ നോമ്പിൻ്റെ സ്പെഷ്യലും ആയിട്ട് ഞാൻ പത്തിരി ചൂടുക. പത്തിരി കഴിക്കുന്നു. പത്തിരി എങ്ങനെയുണ്ട്? അടിപൊളി ടേസ്റ്റ് ഉണ്ട്. പൊന്നൂസിന് പത്തിരി അല്ലേ പൊന്നു? അവനെ പത്തിരി ചൂടാനേ ഹെൽപ്പ് ചെയ്യാനേ ഭയങ്കര വികൃതി കാണിക്കുന്നു. അപ്പോൾ ഒരു പത്തിരിനെ ചുട്ട് കൊടുത്തുങ്ങാണ്ട് അവനങ്ങ് ഒരു മൂലക്ക് എത്തിട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പത്തിരി ചൂടിനെ, മനസ്സിലായോ അല്ലേ? അങ്ങനെതാ നല്ല മഴ കേട്ടോ, അടിപൊളി മഴ. അതോ കറണ്ട് ഇല്ല കേട്ടോ, കറണ്ട് വയ്ക്കണം, കറണ്ട് ഇല്ല. തിരിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്, കറണ്ട് ഇല്ല കേട്ടോ, കറണ്ട് ഇല്ല. ഇനിയിപ്പോൾ ജ്യൂസ് അടിക്കാൻ എന്ത് ചെയ്യുന്ന ഒരു പിടുത്തമല്ല കേട്ടോ. നോമ്പറക്കാനേ കറണ്ട് വന്നാലല്ലേ ജ്യൂസ് അടിക്കാൻ പറ്റുക. നല്ല മഴയാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ മഴ ഉണ്ടോ? ഇവിടെ ഭയങ്കര കോവയിൽ ഭയങ്കര മഴയാണ് കേട്ടോ. അപ്പോൾ റഹ്മത്തിലെ 10 വിട പറയുമ്പോൾ ഒരു മഴ റാഹത്തായിട്ടോ. അങ്ങനെ എന്നും ഇല്ലാത്ത പത്തിരിയാണ് കേട്ടോ. ഒന്നും എനിക്ക് അധികം ഞാൻ കറണ്ട് വന്നിട്ടോ. ഇനി പെട്ടെന്ന് ജ്യൂസ് അടിക്കട്ടെ. അല്ലെങ്കിലും ഇത് സിറ്റി ആയതുകൊണ്ടേ പെട്ടെന്ന് പോയാലും 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് വരും. പിന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അപ്പളക്കപ്പളം നേരാക്കും കേട്ടോ. പിന്നെ അപ്പം നിങ്ങൾക്ക് നോമ്പൊക്കെ എങ്ങനെയുണ്ട്? സുഖമായിട്ടിരിക്കണോ? അൽഹംദുലില്ലാ, നോമ്പ് സുഖമായിട്ടിരിക്കണോ? എനിക്ക് കുഴപ്പമില്ല. ഫസ്റ്റൊക്കെ വിചാരിച്ചു ഈ വെയിലും കൊണ്ടൊന്നും പറ്റൂല, പക്ഷെ വെയിലൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. ഇന്നലെ ഫില്ല് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ കവർ ചെയ്തിട്ട് അങ്ങ് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇന്നലെ സമൂസ ഉണ്ടാക്കില്ലേ, അതിൻ്റെ ബാക്കി ബാലൻസ് ഉണ്ടായിരുന്നേ. ഇന്നലെ ഒക്കെ പാട് ചെയ്യണ്ടല്ലോ ഒന്നും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് ചൂടാനുണ്ട് കേട്ടോ. തൊപ്പി തോരിട്ടോ. അങ്ങനെതാ ഞാൻ പെട്ടെന്ന് ജ്യൂസൊക്കെ അടിച്ച് ഫ്രൂട്ട്സ് അങ്ങനെ കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നോമ്പറക്കട്ടെ ടൈം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കറണ്ട് പോയി ഇന്ന് റാഹത്തായിട്ടുള്ളൊരു നല്ലൊരു നോമ്പറായിട്ടോ. കാരണം നല്ല മഴ, നല്ല പത്തിരി പരത്തി ടയേർഡും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ വേർത്തിട്ട് അങ്ങനത്തെ ചൂടിൽ അങ്ങോട്ട് ഇതാവും. അതൊന്നുമില്ല, നല്ല സിമ്പിളായിട്ട് നല്ല റാഹത്തായിട്ടുള്ളൊരു നോമ്പറായിട്ടോ. അങ്ങനെ അതാ പള്ളിയിലത്തെ കഞ്ഞിയുണ്ട്, ഷെയ്ക്ക് ഉണ്ട് കേട്ടോ. ഷെയ്ക്ക് കുടിച്ചാൽ ഭയങ്കര എനർജിയാണ്. പിന്നെ സമൂസ ഉണ്ട്, ആപ്പിളുണ്ട്, വാട്ടർമെലോൺ ഉണ്ട്, പേരക്ക ഉണ്ട്, പിന്നെ ഈത്തപ്പഴം ഉണ്ട്, ചെറുപഴമുണ്ട്, പിന്നെ വെള്ളരിക്ക ഉണ്ട് കേട്ടോ. വെള്ളരിക്ക നല്ലതാണ്, മൂത്രക്കടിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ മാറും, അതിനാണ് കേട്ടോ. പിന്നെ ഈത്തപ്പഴമുണ്ട്. പിന്നെ അതാ എല്ലാവരും സ്പെഷ്യലുമാണ് കേട്ടോ, പത്തിരി ബീഫ് കറിയും. പക്ഷേ ഞാൻ പത്തിരിയും കോഴിക്കറിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്പെഷ്യലൊന്നുമല്ല, അങ്ങനെ പള്ളിയിലത്തെ കഞ്ഞിയുണ്ട് കേട്ടോ. സ്പെഷ്യൽ എന്ന് പറയുന്നത് എനിക്ക് പത്തിരി പൊതുവേ ഇഷ്ടമില്ല കേട്ടോ, അതുകൊണ്ടാണ് സ്പെഷ്യലില്ല. പക്ഷേ ഈ നോമ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പത്തിരി ബീഫുമാണ് കേട്ടോ. പത്തിരിയും കോഴിക്കറിയും അല്ലെങ്കിൽ പത്തിരിയും ബീഫുമാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ സ്പെഷ്യല്. അപ്പം നിങ്ങളൊക്കെ സ്പെഷ്യൽ എന്താ? അങ്ങനെ റഹ്മത്തിലെ 10 ഇല്ല നോമ്പ്, 10ാമത്തെ നോമ്പ് കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നോമ്പറ. അപ്പോൾ